കാസർഗോഡ് കോട്ടിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ചു. ശനിയാഴ്ച രാത്രി 8:30 മണിയോടെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിലാണ് കോൺക്രീറ്റ് സ്ലാബ് വെച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കാസർഗോഡ് കോട്ടിക്കുളത്താണ് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ചത്. ശനിയാഴ്ച രാത്രി 8:30 മണിയോടെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷൻ തെക്കുഭാഗത്തുള്ള 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിലാണ് കോൺക്രീറ്റ് സ്ലാബ് വെച്ചത്. സംഭവത്തിൽ RPF ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു കണ്ണൻ, RPF അന്വേഷണം സംഭവത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കോട്ടിക്കുളത്ത് റെയിൽവേ ട്രാക്കിലാണ് കോൺക്രീറ്റ് സ്ലാബ് വെച്ചതായി കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി 8:30 മണിയോടെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്തുള്ള 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിലാണ് കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തിയത്. RPFും പോലീസും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരും പ്രദേശവാസികളും സ്റ്റേഷൻ മാസ്റ്ററെ, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് റെയിൽവേ ജീവനക്കാർ സ്ഥലത്തെത്തി സ്ലാബ് നീക്കം ചെയ്തു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ടിന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനടുത്തായി ട്രാക്കിൽ സമാനമായ നിലയിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ചതായി കണ്ടെത്തിയിരുന്നു. അന്ന് ട്രാക്കിൽ ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെയുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബാണ് വെച്ചിരുന്നത്. വിശദമായ പരിശോധനയിൽ ആക്രി സാധനങ്ങൾ മുറുക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് വെച്ചത്. ഈ കോൺക്രീറ്റ് സ്ലാബ് തകർത്തതിന് ശേഷം ഇരുമ്പ് ഭാഗം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് വെച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും പുതിയ സംഭവത്തിലും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.